ത്രിയേക ദൈവത്തിന് സ്തുതി. 15 ദിവസത്തെ പരിശുദ്ധ നോമ്പ് നമ്മെ ആത്മപരിശോധനയിലേക്ക് നയിക്കുന്ന ഒരു വേളയാകുന്നു. ഈ അവസരത്തിൽ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥ മാനത്തെ പരിശോധിക്കുവാൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിന്റെ വാക്കുകൾ നമ്മെ ക്ഷണിക്കുന്നു. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഈ കാലത്തിൽ നമ്മുടെ ബാഹ്യമായ പ്രവൃത്തികൾ ക്രിസ്തുവിലുള്ള ആന്തരികമായ സ്വാതന്ത്ര്യത്തിൽ നിന്നാവണം എന്നീ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായി, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുക. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. വാക്യം 1. നോമ്പുകാലത്തിൽ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുക്കുവാൻ നാം ആത്മനിയന്ത്രണം പാലിക്കുന്ന കാലമാണ്. എന്നാൽ നമ്മുടെ നോമ്പിന്റെ ആചാരം വെറും ബാഹ്യമായൊരു പ്രക്രിയ ആകുന്നുവെങ്കിൽ ഗലാത്യർക്ക് പരിശോധന പോലെയുള്ള അർത്ഥമില്ലാത്ത കാര്യമായി മാറുന്നു. പരിശോധന പോലെയുള്ള ബാഹ്യമായ കർമ്മങ്ങളിലേക്കും നിയമങ്ങൾക്ക് അതീവ പ്രാധാന്യം നൽകുന്ന അടിമ നുകത്തിലേക്കും മടങ്ങി പോകാതിരിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. യേശു കർത്താവിന്റെ ക്രൂശിലെ യാഗം നമ്മെ പാപക്കടത്തിൽ നിന്ന് മാത്രമല്ല, സ്വയം നീതീകരണത്തിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കുന്നു. ക്രിസ്തീയ വിശ്വാസം എന്നത് ദൈവപ്രീതി നേടുവാൻ ശ്രമിക്കുന്നതല്ല, പിന്നെയോ ദൈവത്തിൻ്റെ കൃപയ്ക്ക് നന്ദിയുള്ളവരായി ജീവിക്കുക എന്നതാണ്. നമ്മെ സ്വതന്ത്രരാക്കിയ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മുടെ നോമ്പ് ഉളവാകണം. ഈ സ്വാതന്ത്ര്യം നിയമരഹിത ജീവിതമല്ല, പിന്നെയോ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ജീവിതമാണ്. രണ്ടാമതായി, വിശ്വാസം സ്നേഹത്തിലൂടെ പ്രവർത്തിക്കുക. ക്രിസ്തു യേശുവിൽ പരിശോധനയല്ല, അഗ്രചർമ്മമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. വാക്യം 6. നോമ്പുകാലത്തെ അന്തസത്ത് ഈ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നു. നമ്മുടെ നോമ്പും ഉപവാസവും വിശക്കുന്നവർക്ക് തൃപ്തി വരുത്തുന്നുവെങ്കിൽ അത് ഫലപ്രദമാണ്. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ മനസ്സിനെ അലിയിക്കുന്നുവെങ്കിൽ അത് ശക്തമാണ്. ദാനധർമ്മ വിശ്വാസത്തിലൂന്നിയ സ്നേഹത്തിന്റെ പ്രവർത്തനം ആകുന്നുവെങ്കിൽ അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ്. നോമ്പ് എന്നത് പൂർത്തീകരിക്കുവാനുള്ള ഒരു ആത്മീയ ചെക്ക് ലിസ്റ്റ് അല്ല, പിന്നെയോ എല്ലാവരെയും സ്നേഹിച്ച, ശുശ്രൂഷിച്ച, എല്ലാവർക്കു വേണ്ടി തൻ്റെ ജീവൻ നൽകിയ ക്രിസ്തുവിനെ പോലെ ആകുവാനുള്ള കാലമാണ്. പ്രിയമുള്ളവരെ, 2 ചിന്തകളാണ് പങ്കിട്ടത്. 1, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുക. 2, വിശ്വാസം സ്നേഹത്തിലൂടെ പ്രവർത്തിക്കുക. ഈ നോമ്പുകാലം ബാഹ്യമായ പ്രവർത്തനങ്ങളിലല്ല, നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹത്തിന്റെ ചൂടടയാളം പതിക്കുന്നതായി തീരട്ടെ. അഹന്തയുടെയും ഭയത്തിന്റെയും ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രരായി വിശ്വാസത്തിലും സ്നേഹത്തിലും നവീകരിക്കപ്പെടുവാൻ ഇടയാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ യാഗത്തിലൂടെ ഞങ്ങളെ സ്വതന്ത്രരാക്കിയതിന് സ്തോത്രം. സ്വയം നീതീകരണത്തിലേക്ക് മടങ്ങിപ്പോകാതെ ഞങ്ങളുടെ നോമ്പും വിശ്വാസം വർദ്ധിപ്പാനും ആ വിശ്വാസം സ്നേഹമായി പ്രകടിപ്പിക്കുവാനും ഞങ്ങൾക്ക് നേടിത്തന്ന നിന്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.